ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവരും RRB ഗ്രൂപ്പ് ഡിക്ക് പഠിച്ചു തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു. പഠനം നല്ല രീതിയിൽ പുരോഗമിക്കുന്നുവെന്നും വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകാൻ പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആണ്. നമുക്കറിയാം വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയമാണത്. ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ മാസത്തിലെയും അതിൻ്റെ ഡേയ്സ്, അതുപോലെ തന്നെ അതിൻ്റെ തീമുകൾ എന്തൊക്കെയാണ്, അതിലെ പ്രധാന വസ്തുതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് RRBയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ RRB പരീക്ഷകളുടെ ഗ്രൂപ്പ് ഡിയുമായി ബന്ധപ്പെട്ട് ഡേയ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമുക്കപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഡേയ്സിലൂടെ ഒന്ന് കടന്നു പോകാം. അപ്പോൾ നമുക്കറിയാം ജനുവരി 9 വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. PSCയെയും അതുപോലെ RRBയൊക്കെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ദിവസമാണ് ഇത്. അത് പ്രവാസി ഭാരതീയ ദിവസമാണ്. NRI ഡേ, പ്രവാസി ഭാരതീയ ദിവസമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമായിട്ടാണ് ഇന്ത്യയിൽ ആചരിക്കപ്പെടുന്നത്. ജനുവരി 9 എല്ലാ ദിവസങ്ങൾക്കും തന്നെ പ്രാധാന്യങ്ങളുണ്ട്. ജനുവരി 1 ഒക്കെ പ്രാധാന്യമുണ്ട്. ജനുവരി 2 മന്നൻ ജയന്തിയാണെന്നൊക്കെ നമുക്കറിയാം. എങ്കിൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാനും പോയിന്റുകളിൽ കൂടിയാണ് നമ്മളിന്ന് കടന്നു പോവുക. അപ്പോൾ ജനുവരി 9 എന്താണ്? പ്രവാസി ഭാരതീയ ദിവസമാണ്, NRI ഡേ ആണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അല്ലേ? നമുക്കറിയാം ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ മതിയാക്കി ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിലേക്ക് വന്ന് ഇവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്തതിൻ്റെയൊക്കെ സ്മരണാർത്ഥമാണ് പ്രവാസി ഭാരതീയ ദിവസ് ജനുവരി 9 ആചരിക്കുന്നത് എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. 2024 പ്രവാസി ഭാരതീയ ദിവസിന്റെ തീം എന്തായിരുന്നു? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2024 നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തീം അത് ഇങ്ങനെയായിരുന്നു: ഡയസ്പോറ റിലയബിൾ പാർട്ട്ണർ ഫോർ ഇന്ത്യാസ് പ്രോഗ്രസ് ഇൻ അമൃത് കാൽ എന്നുള്ളതാണ്. പ്രവാസികൾ അമൃത് കാലിൽ ഇന്ത്യയുടെ പുരോഗതിക്ക് വിശ്വസനീയമായ പങ്കാളികൾ എന്നുള്ളതായിരുന്നു 2024 തീം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, 2024 ഭാരതീയ പ്രവാസി ദിവസിന്റെ തീം എന്തായിരുന്നു? ഡയസ്പോറ റിലയബിൾ പാർട്ട്ണർ ഫോർ ഇന്ത്യാസ് പ്രോഗ്രസ് ഇൻ അമൃത് കാൽ. പ്രവാസികൾ അമൃത് കാലിൽ ഇന്ത്യയുടെ പുരോഗതിക്ക് വിശ്വസനീയമായ പങ്കാളികൾ എന്നുള്ളതാണ്. അമൃത് കാൽ ഇവിടെ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം 2022 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് 75 വർഷം തികഞ്ഞു. ഇനിയുള്ള 25 വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങളെ ഉൾപ്പെടുത്തി 2022 മുതൽ 2047 വരെയുള്ള 25 വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അമൃത് കാൽ എന്ന പേരിൽ ആ വർഷത്തെ സൂചിപ്പിക്കുക. അപ്പോൾ 2025 പ്രവാസി ഭാരതീയ ദിവസ് കടന്നു പോയിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ തീം എന്തായിരുന്നു? ഡയസ്പോറാസ് കോൺട്രിബ്യൂഷൻ ടു വികസിത് ഭാരത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. 2024 ഡയസ്പോറ റിലയബിൾ പാർട്ട്ണർ ഫോർ ഇന്ത്യാസ് പ്രോഗ്രസ് ഇൻ അമൃത് കാൽ എന്നായിരുന്നെങ്കിൽ ഈ 2025 ആകുമ്പോഴേക്കും ഡയസ്പോറാസ് പ്രവാസികൾ അവരുടെ കോൺട്രിബ്യൂഷൻ ടു എ വികസിത് ഭാരത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറന്നു പോകരുത്. ജനുവരി 9 എന്താണ്? ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസാണ്, NRI ഡേ ആണ്. 2024 തീം ഡയസ്പോറ റിലയബിൾ പാർട്ട്ണർ ഫോർ ഇന്ത്യാസ് പ്രോഗ്രസ് ഇൻ അമൃത് കാൽ. പ്രവാസികൾ അമൃത് കാലിൽ ഇന്ത്യയുടെ പുരോഗതിക്ക് വിശ്വസനീയമായ പങ്കാളികൾ എന്നുള്ളതാണ്. എന്നാൽ 2025 വരുമ്പോൾ എന്താണ്? ഡയസ്പോറാസ് കോൺട്രിബ്യൂഷൻ ടു ആൻ എ വികസിത് ഭാരത് എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. മറന്നു പോകല്ല. ഇനി ജനുവരിയിൽ തന്നെ ജനുവരി 12 വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ദിനമാണ്. ദേശീയ യുവജന ദിനമാണ്. നമുക്കറിയാം യുവാക്കളാണ് ഈ സമൂഹത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ആൾക്കാർ. അവർക്ക് വേണ്ടിയുള്ളൊരു ദിനമാണ് ഈ ജനുവരി 12 ദേശീയ യുവജന ദിനമാണ്. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനത്തിലാണ് ഈ ദേശീയ യുവജന ദിനം കൊണ്ടാടുന്നത്. അതിന്റെ 2024 തീം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എറൈസ് അവേക്ക് ആൻഡ് റിയലൈസ് ദ പവർ യു ഹോൾഡ്. എഴുന്നേൽക്കുക, ഉണരുക, നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ശക്തി തിരിച്ചറിയുക എന്നുള്ളതായിരുന്നു വളരെ പ്രധാനപ്പെട്ട. 2024 ഓർക്കണം. വിവിധ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ 2024 2025 തീമുകൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ജനുവരി 12 ദേശീയ യുവജന ദിനത്തിലെ 2025 തീം എന്താണ്?
യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഷേപ്പിംഗ് ദ നേഷൻ വിത്ത് റെസിലൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. സ്വാമി വിവേകാനന്ദ എന്നുള്ളത് താഴെ പറയണം. സ്വാമി വിവേകാനന്ദ ജയന്തിയും കൂടിയാണെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2025 ദേശീയ യുവജന ദിനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട തീമാണ് യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഷേപ്പിംഗ് ദ നേഷൻ വിത്ത് റെസിലൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ജനുവരി 12 എന്താണ്? ദേശീയ യുവജന ദിനമാണ്. ദേശീയ യുവജന ദിനത്തിന്റെ 2024 അതിന്റെ തീം എന്താണ്? അറൈസ്, അവേക്ക് ആൻഡ് റിയലൈസ് ദ പവർ യു ഹോൾഡ്. എഴുന്നേൽക്കുക, ഉണരുക, നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ശക്തി തിരിച്ചറിയുക എന്നുള്ളതാണെങ്കിൽ 2025 യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഷേപ്പിംഗ് ദ നേഷൻ വിത്ത് റെസിലൻസ് ആൻഡ് ദ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ് അതിന്റെ തീം. അപ്പോൾ മറന്നു പോകല് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് അടുത്തൊരു ദിനത്തിലേക്ക് പോകാം. ഫെബ്രുവരി 2 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിനമാണ് ഫെബ്രുവരി 2. ഫെബ്രുവരി 2ന്റെ പ്രത്യേകത എന്താണ്? ലോക തണ്ണീർത്തട ദിനമാണ്. വേൾഡ്സ് വെറ്റ്ലാൻഡ് ഡേ ആണ്. ദേശീയമല്ല, ലോക തണ്ണീർത്തട ദിനമാണ്. തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 കൊണ്ടാടുന്നത്. 2024 ലോക തണ്ണീർത്തട ദിനത്തിന്റെ തീം എന്തായിരുന്നു? വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നുള്ളതായിരുന്നു. 2025 എന്തായിരുന്നു? പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇറാനിലെ റാംസറിൽ ഒരു കൺവെൻഷൻ നടന്നു 1971 ഫെബ്രുവരി 2. അതുപോലാണ് ലോക തണ്ണീർത്തട ദിനം ആചരിക്കാനായിട്ട് നമ്മൾ തുടങ്ങിയത്. വളരെ പ്രധാനപ്പെട്ട അതിന്റെ സ്മരണയ്ക്കായിട്ടാണ് നമ്മൾ ആചരിക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ലോക തണ്ണീർത്തട ദിനം എന്നാണ് എല്ലാ വർഷവും ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം എന്നുള്ളത് കൃത്യം ഓർത്തിരിക്കുക. വേൾഡ്സ് വെറ്റ്ലാൻഡ് ഡേ ആണ്. 2024 അതിന്റെ തീം എന്തായിരുന്നു? വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നുള്ളതാണ്. 2025 പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. നമ്മുടെ കോമൺ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് വെറ്റ്ലാൻഡുകൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് 2025 തീം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിനു മുമ്പ് RRB ഗ്രൂപ്പ് ഡിയുടെ റാപ്പിഡ് ബാച്ചിനെ കുറിച്ച് വളരെ കൃത്യമായി ഒന്ന് സംസാരിക്കേണ്ടതുണ്ട്. ഇനിയും നിങ്ങൾ ഗ്രൂപ്പ് ഡിക്ക് അപ്ലൈ ചെയ്തു പഠനം തുടങ്ങിയില്ലെങ്കിൽ നിങ്ങളെ കൃത്യമായി ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും RRB ഗ്രൂപ്പ് ഡി റാപ്പിഡ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മുടെ ഡെയിലി ബേസ്ഡ് എക്സാംസ് ഉണ്ട്, അതുപോലെ തന്നെ വീക്ക്ലി എക്സാംസ് ഉണ്ട്, മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്, ലൈവ് ക്ലാസ്സസ് ഉണ്ട്, ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റി ഉണ്ട്, PDF നോട്ട് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്. അങ്ങനെ വളരെ കൃത്യമാർന്ന രീതിയിൽ നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ തന്നുകൊണ്ടാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളെ ഒരു സർക്കാർ ഉദ്യോഗത്തിലേക്ക്, പ്രത്യേകിച്ച് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഗ്രൂപ്പ് ഡിയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അപ്പം RRB ഗ്രൂപ്പ് ഡി നിങ്ങളുടെ ഭാവിയുടെ തുടക്കം കുറിക്കൂ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലൂടെ എന്നാണ് പറയാം. നമുക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമാണ്. എന്നാണ് ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമാണ്. ക്യാൻസർ രോഗികളെ ഓർക്കുന്നതിനും അവരുടെ പരിചരിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ഒക്കെ ആയിട്ടുള്ള ദിനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലോക ക്യാൻസർ ദിനം എന്നാണ് ഫെബ്രുവരി 4. 2022-24 അതിന്റെ തീം ക്ലോസ് ദ കെയർ ഗ്യാപ്പ്. പരിചരണ വിടവ് അടയ്ക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ തീമെങ്കിൽ 2025 യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ് ലോക ക്യാൻസർ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോളം, 2022-24 വർഷത്തിൽ ക്ലോസ് ദ കെയർ ഗ്യാപ്പ്, പരിചരണ വിടവ് അടയ്ക്കുക എന്നുള്ളതാണെങ്കിൽ 2025 യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ് ക്യാൻസർ ദിനത്തിന്റെ തീം. വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. ഓക്കെ, ഇനി ഫെബ്രുവരി 28 നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ദേശീയ ശാസ്ത്ര ദിനമാണ്. നാഷണൽ സയൻസ് ഡേ ആണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം, നാഷണൽ സയൻസ് ഡേ. വളരെ പ്രധാനപ്പെട്ട അതിന്റെ തീം 2024 തീം ഇൻഡിജീനിയസ് ടെക്നോളജീസ് ഫോർ വികസിത് ഭാരത്. വികസിത ഭാരതത്തിന് വേണ്ടിയുള്ള തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ എന്നുള്ളതാണ് ഇതിന്റെ തീം. 2024 തീമെങ്കിൽ 2025 എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നോവേഷൻ
ഫോർ വികസിത് ഭാരത് എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം നാഷണൽ സയൻസ് ഡേ നമ്മുടെ CV രാമൻ 1928 ഫെബ്രുവരി 28 രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചു. അതിന് 1930 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടി. ഇതൊക്കെ നമുക്കറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഭാരതരത്ന നേടിയിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം എന്താണ്, അല്ലെങ്കിൽ ഇദ്ദേഹം ഈ രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചതിന്റെ ഭാഗമായി ഫെബ്രുവരി 28 എല്ലാ വർഷവും നാഷണൽ സയൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നു. നാഷണൽ സയൻസ് ഡേ വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ 2024 തീം എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിജീനിയസ് ടെക്നോളജി ഫോർ വികസിത് ഭാരത് എന്നുള്ളതാണെങ്കിൽ 2025 വരുമ്പോൾ എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ഫോർ വികസിത് ഭാരത് എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഡേ ആണ്, ഫെബ്രുവരി 28. ഇനി മാർച്ച് 3 ലോക വന്യജീവി ദിനമാണ്. എന്താണ്? ലോക വന്യജീവി ദിനമാണ്. മാർച്ച് 3 വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആണ്. 2024 അതിന്റെ തീമിലേക്ക് നമുക്കൊന്ന് പോകേണ്ടതുണ്ട്. കണക്ടിങ് ദ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്, എക്സ്പ്ലോറിംഗ് ദ ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. ജനങ്ങളെയും ഗ്രഹങ്ങളെയും ബന്ധിപ്പിക്കുന്നു. വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ ഇന്നോവേഷൻ പരിവേഷണം ചെയ്യുക എന്നുള്ളതായിരുന്നു 2024 2025 വൈൽഡ് ലൈഫ് കൺസർവേഷൻ, ഫിനാൻസ്, ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നുള്ളതാണ് 2025 അതിന്റെ തീം. 2024 കണക്ടിങ് ദ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നുള്ളതായിരുന്നെങ്കിൽ എക്സ്പ്ലോറിംഗ് ആൻഡ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്നുള്ളതാണെങ്കിൽ 2025 തീം എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് കൺസർവേഷൻ, ഫിനാൻസ്, ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇതില് സൈറ്റ് എന്ന് പറയുന്ന ഒരു സംഘടനയെ കുറിച്ച് അറിയാം. കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഫോർ വൈൽഡ് ലൈഫ് ഫോണ ആൻഡ് ഫ്ലോറ 1973 മാർച്ച് 3 വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മാർച്ച് 3 ലോക എന്താണ് വന്യജീവി ദിനമാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇനി മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഡേ ആണ്. മാർച്ച് 8 എന്താണ്? അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. ഇന്റർനാഷണൽ വുമൻസ് ഡേ ആണ് അല്ലെ. നമ്മുടെ സമൂഹത്തില് നമ്മൾ സ്ത്രീകളെ എന്താണ് ആദരിക്കുന്നതിന് വേണ്ടി അവരുടെ പ്രവർത്തനങ്ങൾ വിലമതിക്കുന്ന രീതിയിൽ അത് സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മൾ ആഘോഷിക്കുന്നതാണ്. ലോകതലത്തിൽ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നമ്മൾ ആചരിക്കപ്പെടുന്ന ഡേ ആണ് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം, ഇന്റർനാഷണൽ വുമൻ ഡേ. 2024 അതിന്റെ തീം ഇൻവെസ്റ്റ് ഇൻ വുമൺ, ആക്സിലറേറ്റ് പ്രോഗ്രസ്. സ്ത്രീകളിലെ നിക്ഷേപം പുരോഗതി ത്വരിതപ്പെടുത്തുന്നു. അത് 2025 വരുമ്പോഴത്തേക്കും എന്താണ്? ആക്സിലറേറ്റ് ആക്ഷൻ എന്നുള്ളതാണ് 2025 തീം. കൃത്യമായി ഓർത്തിരിക്കുക. 2024 തീം എന്താണ്? ഇൻവെസ്റ്റ് ഇൻ വുമൺ, ആക്സിലറേറ്റ് പ്രോഗ്രസ്. സ്ത്രീകളിലെ നിക്ഷേപം പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണെങ്കിൽ 2025 വരുമ്പോൾ ആക്സിലറേറ്റ് ആക്ഷൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് നോക്കാം. മാർച്ച് 15 ലോക ഉപഭോക്തൃ ദിനമാണ്. വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ, ലോക ഉപഭോക്തൃ അവകാശ ദിനം. ലോക ഉപഭോക്തൃ അവകാശ ദിനം എന്നാണ് മാർച്ച് 15 വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ. 2024 ഉപഭോക്താക്കൾ ന്യായവും ഉത്തരവാദിത്വമുള്ളതുമായ AI, ഫെയർ ആൻഡ് റെസ്പോൺസിബിലിറ്റി, AI ഫോർ കൺസ്യൂമേഴ്സ് എന്നുള്ളതാണ് അതിന്റെ തീം. എന്താണ്? ഉപഭോക്താക്കൾക്കായുള്ള ന്യായവും ഉത്തരവാദിത്വമുള്ളതുമായ AI. അത് മീൻസ് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ AI ഫോർ കൺസ്യൂമേഴ്സ് എന്നുള്ളതാണ് അതിന്റെ തീം. 2025 വരാം. എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന് ചിന്തിക്കുക. എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ എന്നുള്ളതാണ് 2025 ഈ വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേയുടെ തീം. ഇനി മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനം. 2024 അതിന്റെ തീം ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ, ന്യൂ സൊല്യൂഷൻ ഫോർ ബെറ്റർ വേൾഡ്. വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരങ്ങൾ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത്. ഇനി 2025 തീമിലേക്ക് വരാം. 2025 ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നുള്ളതാണ്. ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നുള്ളതാണ് 2025 അന്താരാഷ്ട്ര വനദിനവുമായി ബന്ധപ്പെട്ടുള്ള തീം. ഇനി മാർച്ച് 22 വളരെ പ്രധാനപ്പെട്ട ദിനമാണ്. ലോക ജലദിനം, വേൾഡ് വാട്ടർ ഡേ. ലോക ജലദിനം, വേൾഡ് വാട്ടർ ഡേ ആണ്. 2024 അതിന്റെ പ്രധാനപ്പെട്ട അതിന്റെ തീം എന്തായിരുന്നു? വാട്ടർ ആൻഡ് പീസ്, ജലം സമാധാനത്തിന്. 2025
ഗ്ലേസിയേഴ്സ് പ്രിസർവേഷൻ അല്ലെ, ഗ്ലേസിയേഴ്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ 2025 പ്രമേയം എന്താണ്? ഗ്ലേസിയേഴ്സ് പ്രിസർവേഷൻ ആണ്. അപ്പോൾ മാർച്ച് 22 എന്താണ്? ലോക ജലദിനമാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. 2024 അതിന്റെ തീം എന്തായിരുന്നു? വാട്ടർ ആൻഡ് പീസ് എന്നുള്ളതാണ്. 2025 ഗ്ലേസിയേഴ്സ് പ്രിസർവേഷൻ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീം. ഇനി മാർച്ച് 23, മാർച്ച് 22 കഴിഞ്ഞു, മാർച്ച് 23 വേൾഡ് മീറ്ററോളജിക്കൽ ഡേ ആണ്, ലോക കാലാവസ്ഥാ ദിനമാണ്. 2024 അതിന്റെ തീം കാലാവസ്ഥ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ, അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റിക് ആക്ഷൻ എന്നുള്ളതാണ് അതിന്റെ തീം. 2025 വരുമ്പോൾ ക്ലോസിംഗ് ദ എയർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ എന്നുള്ളതാണ് 2025 തീം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് ആചരിക്കുന്നത് WMO ആണ്, വേൾഡ് മീറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ ആണ് എന്നുള്ള കാര്യവും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡേയ്സിലൂടെയാണ് കടന്നുപോയത്. വളരെ പ്രധാനപ്പെട്ട, നമ്മൾ നിരവധി തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഡേയുടെ പ്രത്യേകതകളും അതിൻ്റെമായി ബന്ധപ്പെട്ട തീമുകളും ഒക്കെ. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക, കൃത്യതയോടെ പഠിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഗ്രൂപ്പ് ഡിയിൽ നമ്മൾ നല്ലൊരു ജോലി ആഗ്രഹിക്കും, RRB ഗ്രൂപ്പ് ഡിയിൽ നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ റാപ്പിഡ് കോഴ്സിലൊക്കെ, ഞാൻ മുമ്പ് സൂചിപ്പിച്ച റാപ്പിഡ് കോഴ്സിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇത് ജോയിൻ ചെയ്തവരെ കൃത്യമായി പഠിക്കുക, കൃത്യതയോടെ മുന്നോട്ട് പോവുക. നമ്മുടെ കൃത്യമായ ഒരു RRB ഗ്രൂപ്പ് ഡി നമുക്ക് നേടിയെടുക്കാം. ഓക്കെ, താങ്ക്